നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. ഉറക്കപ്പെട്ട എഴുന്നേറ്റപ്പോൾ മുതൽ കട്ടിലിൽ എഴുന്നേറ്റിരിപ്പാണ് ക്രിസ്റ്റീന. അവളും അമ്മയും ഇന്നലെ വൈകുന്നേരമാണ് കുരിശുമുറ്റത്തെത്തിയത്. ഇങ്ങോട്ട് താമസിക്കാൻ വരുന്ന കാര്യം അമ്മ പറഞ്ഞപ്പോൾ മുതൽ നന്നായി എതിർത്തിരുന്നു. കാരണം അനു തന്നെയാണ്. അവൾക്ക് എന്നോടുള്ള ദേഷ്യം നന്നായി അറിയാം. അവളെ പേടിച്ചിട്ട് തന്നെയാണ് ഇത്രയും നാളുകൾക്കിടയിൽ ഒരിക്കൽ പോലും അവൾക്ക് മുന്നിൽ ചെല്ലാൻ നിൽക്കാതെ ഭയപ്പെട്ടിരുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ അവൾക്കൊപ്പം താമസിക്കുന്നത് ആലോചിക്കാൻ കൂടി വയ്യായിരുന്നു. എന്നാലും അമ്മ ഒരുപാട് അപേക്ഷിച്ചപ്പോൾ സമ്മതിക്കേണ്ടി വന്നു. അവൾ എന്ത് ചെയ്താലും അതിനെ തടുക്കുമെന്ന് കച്ചകെട്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ തൻ്റെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായി ഇന്നലെ അനുവിൽ നിന്നും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല. അവൾ ഇന്നലെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അനുവിൻ്റെ ആ മാറ്റം അത് ക്രിസ്റ്റീനെ അത്ഭുതപ്പെടുത്തി. അല്ലേ, നീ ഇത് എന്നെ ആലോചിച്ചിരിക്കുക. പോയി എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മുറിയിലേക്ക് കയറി വന്ന ജെസ്സി പറഞ്ഞു. അല്ല മമ്മ, എന്നാലും അനു എന്താവും നമ്മളോട് രണ്ടുപേരും എതിർത്തൊന്നും പറയാത്തത്? ഞാൻ അത് തന്നെ ആലോചിക്കുമായിരുന്നു. ക്രിസ്റ്റീൻ അവൾ അലട്ടുന്ന സംശയം ജെസ്സിയോട് ചോദിച്ചു. ആദ്യം ഇത്ര ആലോചിക്കാനുണ്ടോ? അന്ന് നീ കൊടുത്ത പണിയിൽ തന്നെ എബിച്ചായനോ ആൽവിക്കോ അവളോടിപ്പം വലിയ അടുപ്പമൊന്നും ഇല്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് ഓഫീസിൽ പോലും വരാതെ ഈ വീട്ടിൽ തന്നെ കുത്തിയിരിപ്പല്ലേ ആ പെണ്ണ്. അവളങ്ങ് ഒതുങ്ങിപ്പോയി കാണും. പിന്നെ അവളിപ്പോൾ എന്നാ പറഞ്ഞാലും ഏബിച്ചായൻ വിശ്വസിക്കില്ല. അതാ അവൾ നമ്മളോടൊന്നും വരാത്തത്. ജെസ്സി പറഞ്ഞത് ശരിയാണെന്ന് ക്രിസ്റ്റീനക്കും തോന്നി. ആൽവിക്കും നീക്കും മാത്രമല്ല, അനുവിനും താനുണ്ടാക്കി കൊടുത്ത നഷ്ടം ചെറുതല്ല എന്ന് അവൾ പുച്ഛത്തോടെ ഓർത്തു. എന്നാൽ അമ്മയും മോളും അറിഞ്ഞില്ല. അവർ രണ്ടുപേരുടെയും സംസാരം പാതി ചാരി കിടക്കുന്ന ആ മുറിയുടെ വെളിയിൽ നിന്നും അനു കേൾക്കുകയായി നിന്നു. ഇല്ല ക്രിസ്റ്റീന, നിനക്ക് തെറ്റി. ഞാൻ കുരിശുമ്പൊരു ആൽവിയുടെ പെങ്ങളടി. കൂടെ നിന്ന് ചതിക്കുന്നവരോട് പെട്ടെന്ന് പൊറുക്കാൻ എനിക്ക് കഴിയില്ലടി, അനു ദേഷ്യത്തോടുള്ളിൽ പറഞ്ഞു. ആ സമയം ക്രിസ്റ്റീനയെ കൊല്ലാൻ പോകുന്ന ദേഷ്യം അവളുടെ കണ്ണുകളിലുണ്ടായിരുന്നു. ഇതെന്താ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് എവിടെ? ക്രിസ്റ്റീനയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ജെസ്സി കാലിയായിരിക്കുന്ന ഡൈനിങ് ടേബിളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് ജെസ്സി ആൻറ്റി, നമ്മുടെ മേഡ് ക്ലാര ചേച്ചി വന്നില്ലെന്ന്. അവരുടെ മകൻ എന്തോ ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അവരുണ്ടാവില്ല. ജെസ്സിയുടെ ഒച്ച കേട്ട് അങ്ങോട്ട് വന്നാനും അവരോട് പറഞ്ഞു. ആ, അവർ ജോലിക്ക് വന്നില്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് കഴിക്കൊന്നും വേണ്ടേ? നിനക്ക് പിന്നെന്താ ഇവിടെ പണി? നിനക്ക് വല്ലതും കഴിക്കാനുണ്ടാക്കാൻ മേലായിരുന്നു അനു. എനിക്കതിന് ഫുഡൊന്നും വെക്കാൻ അറിയില്ലെന്ന് ആർക്കും അറിയില്ലേ? കുഞ്ഞുനാളെ തൊട്ടേ ഇവിടുത്തെ ജോലിക്കാരല്ലേ എനിക്കെല്ലാം ചെയ്തു തരുന്നേ. പിന്നെ ഞാൻ എങ്ങനെയാ എൻ്റെ ഫുഡ് വെക്കുന്നേ? അനു വളരെ നിഷ്കളങ്കതയോടെ തലകുനിച്ച് പറഞ്ഞു. വളർത്തു ദോഷം അല്ലാതെ എന്നാ പറയാനാ? അല്ല, അപ്പൊ എബിച്ചായന് നീ ഒന്നും കഴിച്ചില്ലേ? ജെസ്സി നല്ല ദേഷ്യത്തോട് അവളോട് ചോദിച്ചു. പാപ്പയ്ക്ക് രാവിലെ ഓട്സും കോഫിയും ഞാൻ കൊടുത്തു. പിന്നെ എനിക്കങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പതിവില്ല ആൻറ്റി. അതുകൊണ്ട് വളരെ ലേറ്റ് ആയിട്ടൊരു ബ്രെഡ് റോസ്റ്റും ഒരു ഡബിൾ ബുൾസയും പിന്നെ ഹോർലിക്സ് ഇട്ടൊരു ഗ്ലാസ് പാലും മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. അനു കുറച്ച് വിനയം മുഖത്ത് വിതറിക്കൊണ്ട് ജെസ്സിയോട് പറഞ്ഞു. ചോ, ഇനി ഞാനും മോളെ എന്നാ കഴിക്കും? അതിന് നീ എന്തിനാ ജെസ്സി ഇങ്ങനെ വിശപ്പിക്കുന്നേ? കിച്ചണിൽ സാധനങ്ങളെല്ലാം ഉണ്ട്. നീ അങ്ങോട്ട് കയറി എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചാൽ പോരെ? ജെസ്സിയുടെയും അനുവിൻ്റെയും സംസാരം കേട്ട് അങ്ങോട്ട് വന്ന് എബ്രഹാം ചോദിച്ചു. അല്ല, ആദ്യം പെപ്പിച്ചായ ഞാനെങ്ങനെ അടുക്കളയിൽ കയറുന്നേ? അതെന്താ നിനക്ക് അടുക്കളയിൽ കയറിയ? സ്വന്തമായി ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ നിനക്ക് അറിയത്തില്ലേ ജെസ്സി? അത് ചായ, വീട്ടിൽ ജോലിക്കാരെ എല്ലാം വെച്ച് തരുന്നത്, അതാ ഞാൻ. ജെസ്സി പതിയൊന്ന് തപ്പി പറഞ്ഞു. വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട ജെസ്സി. നിന്റെ ഈ ആർഭാട ജീവിതം കാരണം നിന്റെ കെട്ടിയെടുപ്പ് വല്ല നാട്ടിലും പോയി കിടക്കുന്നത്. ജോലിക്കാരി ഉണ്ടാക്കി തന്നാലേ ഇറങ്ങത്തുള്ളൂ പോലും. ഒരു കാര്യം പറഞ്ഞേക്കാൻ ഞാൻ, വല്ലതും കഴിക്കണമെങ്കിൽ സ്വന്തമായ വല്ലതും വെച്ചുണ്ടാക്കിക്കോണം, കേട്ടല്ലോ? ഓ, കേട്ടു. എബ്രഹാം കുറച്ച് കടുപ്പിച്ച് പറഞ്ഞതും ജെസ്സി അനുസരണയോടെ തലയാട്ടി. ഞാൻ പള്ളിയിലൊന്ന് പോവാ. ആരെൻ്റെ കൂടെ വരുന്നുണ്ട്. അവളാ ഡ്രൈവ് ചെയ്യുന്നേ. ഞങ്ങൾ വരാൻ ലേറ്റാവും. ഒരു മേഡിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരിനി വന്നില്ലെങ്കിൽ ഉച്ചക്കത്തോടുകൂടി നീ ഉണ്ടാക്കിക്കോ, കേട്ടോ? വാനു, പോവാം. എബ്രഹാം ജെസ്സിയോട് പറഞ്ഞ് ഏൽപ്പിച്ചതും ജെസ്സി മനസ്സോടെ തലയാട്ടി. തൻ്റെ വീൽ ചെയർ മുന്നോട്ട് നീക്കി എബ്രഹാം പുറത്തേക്ക് പോയതും ആനകളുടെ പിറകെ നടന്നു. ഓ, നോഷം പിടിക്കാനായിട്ട് ഇവളുള്ളവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാനാണ് കർത്താവ് ഞാനിങ്ങോട്ട് വന്നേ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇനി അടുക്കളയിൽ ഞാൻ തന്നെ കയറണല്ലോ. ജെസ്സി എളിയിൽ കൈകുത്തി അടുക്കളയിലേക്ക് നോക്കി മുഷിപ്പോടെ നിന്ന് പതിയെ പെറുപെറുക്കാൻ തുടങ്ങി. എബ്രഹാമിന്റെ പിറകെ നടക്കുന്നതിനിടയിൽ അനു തിരിഞ്ഞു നോക്കി.
അപ്പോൾ കണ്ടു അവിടുന്ന് പീറുപിറുക്കുന്ന ജെസ്സിയെ. ഇന്നലെ രാത്രിയിൽ തന്നെ ഒരു മാസത്തെ ശമ്പളം മുൻകൂറായിക്കൊണ്ട് ക്ലാര ആൻറ്റിയോട് ഇനി കുറച്ച് ദിവസം വരണ്ടെന്ന് പറഞ്ഞു. പാപ്പ ചോദിച്ചാൽ മോന് വയ്യാത്തതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. ഇതൊരു ചെറിയ തുടക്കല്ലേ ജെസ്സി ആൻറ്റി, നിങ്ങൾക്കും മകൾക്കുള്ള പണി ഞാൻ എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. ആനൊരു ചിരിയോടെ മനസ്സിലോർത്തു. ഫ്ലാറ്റിനടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നടന്നാണ് ആൽഫിയും നീയെയും കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിൽ പോകുന്നത്. കുഞ്ഞിപ്പെണ്ണ് തൻ്റെ തോളിലിരുത്തിക്കൊണ്ടാണ് ആൽഫി നടക്കുന്നത്. പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ കുഞ്ഞി ആൽഫിക്ക് കാണിച്ചു കൊടുക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവനതെല്ലാം ഒരു ചിരിയോടെ കേട്ടുകണ്ട് കുഞ്ഞിനെ വീഴാതെ പിടിച്ച് നടക്കുകയാണ്. അപ്പൻ്റെയും മോളുടെയും സംസാരവും ചിരിയുമെല്ലാം കേട്ട് മുഖത്ത് വരുന്ന ചെറിയ ചിരിയോടെ നീയെയും അവർക്ക് തൊട്ടു മുമ്പ് നടക്കുന്നുണ്ട്. പള്ളിയെത്തിയതും കാലിലെ ചെരുപ്പൂരി സാരിത്തുമ്പ് തലയിലേക്ക് ഇട്ടു നീയ. കുഞ്ഞിപ്പെണ്ണിനെ തോളിൽ നിറക്കി കുഞ്ഞിൻ്റെ കാലിലെ കുഞ്ഞു ചെരുപ്പ് അഴിച്ചു വെച്ച് കൂടെ തൻ്റെ കാലിൽ കിടന്ന് ഷൂവും അഴിച്ചു വെച്ചു ആൽഫി. പള്ളിക്കകത്തേക്ക് കയറാൻ തുടങ്ങിയതും നീ ഒന്ന് നിന്നു. അവൾക്ക് പിറകെ കുഞ്ഞിനെയും എടുത്തുകൊണ്ടുവന്ന ആൽഫി അത് കണ്ടു. അവനൊരു ചിരിയോടെ അവളുടെ തൊട്ടരികെ കുഞ്ഞിപ്പെണ്ണുമായി അവളുടെ ഇടതുഭാഗത്ത് ചെന്ന് നിന്നു. അവൾ പറയാതെ തന്നെ അവളുടെ ഉള്ളിൽ എന്താണെന്ന് അവന് മനസ്സിലായിരുന്നു. അവൻ്റെ സാമീപ്യം മനസ്സിലായതും നീ മുന്നിലേക്ക് കാല് വെച്ചു. ആൽഫിയും വലത് കൈയിൽ തൻ്റെ കുഞ്ഞിനെയും എടുത്ത് പിടിച്ച് ഇടതുവശത്ത് തൻ്റെ പെണ്ണിനെയും ചേർത്ത് ആൽഫി ആ പള്ളിക്കകത്തേക്ക് കയറി. ആൾത്താരക്ക് മുന്നിലെത്തിയതും ആൽഫിയും നീയെയും നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് കണ്ണുകളടച്ച് കൈകൂപ്പി പിടിച്ചു. തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും നടുവിലായി നിന്ന് സന്തോഷത്തോടെ കുഞ്ഞിപ്പെണ്ണും കൈകൂപ്പി പിടിച്ചു. മുന്നിലെ കർത്താവിൻ്റെ തിരുരൂപത്തിന് മുമ്പിൽ തല വണങ്ങി നിൽക്കുമ്പോൾ സന്തോഷവും സങ്കടവും ഒത്തുചേർന്ന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നീ. ഇങ്ങനെ ഒരു നിമിഷം ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അത് സഫലമായിട്ടും തനിക്ക് മുഴുവൻ മനസ്സാൽ സന്തോഷിക്കാൻ പറ്റുന്നില്ലെന്ന് ഓർത്ത് അവളുടെ ഉള്ളം തേങ്ങി. അതുപോലെ ആൽഫിയും മനമുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു, നന്ദി പറയുകയായിരുന്നു അവൻ കർത്താവിനോട്. തനിക്ക് പ്രാണനായവളെ തിരികെ തന്നതിന്, തൻ്റെ പ്രിയപ്പെട്ടവളിൽ തൻ്റെ ജീവനെ തനിക്കായി തന്നതിന്, എല്ലാത്തിനും അവൻ എണ്ണി എണ്ണി അവിടെ നിന്ന് മുട്ടുകുത്തി നന്ദി പറഞ്ഞു. അപ്പേ എന്നെതിക്ക് നമുക്ക് ഏച്ചപ്പിൽ അവരെ പോകാം. കുഞ്ഞ് ആൽഫിയുടെ കവളിൽ തൊട്ട് വിളിച്ച് ആൾത്താരക്ക് മുന്നിലുള്ള കർത്താവിൻ്റെ വലിയ രൂപത്തെ ചൂണ്ടിപ്പറഞ്ഞു. അവൻ നിലത്തേന്ന് എഴുന്നേറ്റ് കുഞ്ഞിയേയും എടുത്ത് കർത്താവിൻ്റെ തിരുരൂപത്തിന് മുന്നിൽ വന്നു നിന്നു. ഏച്ചപ്പേ താങ്ക്സ്, അഞ്ഞുമൂലെ പപ്പ വന്നിട്ടോ. അപ്പ മോലൂര് പാഞ്ഞു. ഇനി മോലെ അമ്മയും വിറ്റ് ഇനി എവിടെയും പോവില്ലെന്ന്. തൻ്റെ കുഞ്ഞു കൈകൾ കൂപ്പി കർത്താവിന് നോക്കി അത് പറയുന്ന കുഞ്ഞിനെ കണ്ടതും ആൽഫിയുടെ നെഞ്ചു പൊള്ളി. അവൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങി. അമ്മയെ പഞ്ഞി തന്നെ, പള്ളി വീമ്പ് യേശപ്പയോട് പഞ്ഞാ മതി. യേശപ്പ എൻ്റെ പപ്പയെ പെറ്റൻ്റെ മോളുടെ അരികെ കൊന്തു തരുമെന്ന്. ഇപ്പൊ പാപ്പ വന്നല്ലോ മോളുടെ അടുത്ത്, അതിനാ ഞാൻ യേശപ്പയോട് താങ്ക്സ് പഞ്ഞേ. കുഞ്ഞൊരു ചിരിയോട് ആൽഫിയെ നോക്കി പറഞ്ഞു. എൻ്റെ പൊന്നെ എന്നും വിളിച്ച് ആൽഫി കുഞ്ഞിപ്പെടിനെ മുറുകപ്പെടുന്നു. അവളുടെ കുഞ്ഞുമുഖം കയ്യിലെടുത്ത് തുരെ അവന് ഉമ്മ കൊടുത്തു. അപ്പ അറിഞ്ഞില്ലടാ മുത്തെ എൻ്റെ പൊന്നിൻ്റെ കാര്യം. ആരും പറഞ്ഞില്ല. അറിഞ്ഞില്ലെങ്കിൽ അപ്പോൾ ഓടി വന്നേനെ. എൻ്റെ മുത്ത് അപ്പയോട് പൊറുക്കടാ. തൊണ്ടടറി അവൻ കുഞ്ഞിപ്പെണ്ണിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. തൻ്റെ പൊന്നുമോള് തന്നെ കാത്തിരുന്നതറിഞ്ഞതും അവനിൽ അച്ഛൻ നീറുകയായിരുന്നു. അപ്പൊ കാര്യമാണോ? കരയണ്ടോ? ഇനി മോളെ അമ്മയും വിറ്റ് അപ്പൊ പോവെന്തൊക്കെത്തോ? തൻ്റെ അപ്പൻ്റെ നിറകണ്ണുകൾ കണ്ടിട്ട് അവൻ്റെ മുഖത്തേക്ക് തൻ്റെ കുഞ്ഞിക്കൈ വെച്ച് തുടച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് ആൽഫിയോട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും കുഞ്ഞിനെ ഇറുകപ്പെടുന്നു. ഇതെല്ലാം കേട്ട് അവിടെ ഇരുന്ന നീയുടെ ഉള്ളൊന്ന് ഇറുകയായിരുന്നു. അടച്ചു പിടിച്ച് അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിൻ്റെ നനവ് വെളിയിൽ ചാടാൻ തുടങ്ങി. ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് തോന്നിയതും അവൾ കുരിശു വരച്ച് എഴുന്നേറ്റ് വേഗം അവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി. നീയെ പോകുന്നതെന്ന് നോക്കിയിട്ട് ആൽഫി തൻ്റെ കണ്ണുകളാൽ ആൾത്താരയിൽ കർത്താവിൻ്റെ രൂപത്തിലേക്ക് നീട്ടി. ഇനി നിനക്ക് മുന്നിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ എൻ്റെ പേരിൽ മിന്നെ ചാർത്താൻ വേണ്ടിയാവും. ഇതെൻ്റെ വാക്കാ. മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകി തിരുനാളത്തിന് മുന്നിലേക്ക് തൻ്റെ വലത് കൈ നീട്ടി അവൻ സത്യം ചെയ്തു. പള്ളിയിൽ നിന്നിറങ്ങിയ നീയ നേരെ ഓടി വന്നത് പള്ളിക്ക് താഴെയുള്ള മാതാവിൻ്റെ രൂപത്തിന് മുമ്പിലായിരുന്നു. അവിടെ ചെന്ന് അവൾ കൈകൂപ്പി നന്ദി പറഞ്ഞു, തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ തൻ്റെ മോൾക്ക് തിരികെ തന്നതിന്. നീയ പെട്ടെന്ന് തന്നെ വിളിച്ചത് കേട്ടത് നീയ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മനുസർ മുഖമൊന്ന് അമൃതത്തെ ഒഴിച്ച് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നവനെ നോക്കി നീയ പറഞ്ഞു. അതേസമയം കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് ആൽഫി പള്ളിയിൽ നിന്നിറങ്ങി നീയെ തിരക്കി ചെന്നു. മനസാർ എന്താ ഇവിടെ? നീയെ തനിക്ക് മുന്നിലേക്ക് വന്നു നിൽക്കുന്നവനെ നോക്കി ചോദിച്ചു. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം ജോഗിങ്ങിന് ഇറങ്ങിയത് നീയാ. ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായി.
ഞങ്ങൾ അപ്പുറത്തെ റോഡ് സൈഡിൽ കൂടി പോവുകയായിരുന്നു. അപ്പോഴാ അവിടുന്ന് നോക്കിയപ്പോ താൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടത്. അതാ ഞാനിങ്ങ് വന്നേ. അല്ല, താൻ കരഞ്ഞോ? ഇല്ല സാർ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണും നിറഞ്ഞതാ. മനു ചോദിച്ചതിന് മുഖം വീണ്ടും ഒന്ന് തുടച്ചവൾ ചിരിയോടെ മറുപടി പറഞ്ഞു. മനു ഒന്ന് ചിരിച്ചു. അവൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്ന അവളുടെ കവളുകളിലും മൂക്കിൻ തുമ്പിലും എത്തി. എടോ നീയാ, ഞാനെന്ന് പറഞ്ഞ കാര്യത്തിൽ തനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? അവൻ ചോദിച്ചത് കേട്ടതും നീയ വേഗം മുഖം താഴ്ത്തി. അല്ല, എനിക്ക് തന്നോടുള്ള ഇഷ്ടത്തിൽ ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. തന്നെയും കുഞ്ഞിനെയും എനിക്ക് ഇഷ്ടമാണ്. അതാ ഞാൻ ചോദിച്ചത്. സാർ, ഞാൻ പോക്കോട്ടെ? എൻ്റെ മോള് പള്ളിയിൽ നിൽക്കുക, ഞാൻ ചെല്ലട്ടെ? മനു കൂടുതലായി എന്തെങ്കിലും പറയും മുന്നേ നീ അവനോട് യാത്ര പറഞ്ഞ് പോകാനായി ധൃതിയിൽ തിരിഞ്ഞതും ഉടുത്തിരിക്കുന്ന സാരി തുമ്പിൽ കാല് തട്ടി അവൾ മുന്നോട്ട് വീഴാൻ ആഞ്ഞതും നീയയുടെ കയ്യിലായി മനുവിൻ്റെ പിടി വീണു. നീയെ സൂക്ഷിച്ച്, കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല സാർ, കാല് ചെറുതായിരുന്നു തട്ടിയതാ. താങ്ക്സ്. അവൻ കുറച്ച് ആവലാതിയോടെ ചോദിച്ചതിന് നീ അവൻ്റെ കൈ തന്നെയെന്ന് വിടിവെച്ച് ഒന്ന് ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ ശരി സാർ, ഞാൻ പോകുക. ഇനിയും മനു എന്തെങ്കിലും പറയും മുന്നേ നീയ പടികൾ കയറി മുറ്റത്തേക്ക് ഓടി. അവൾ പോകുന്നത് നോക്കിയിട്ട് ഒരു ചിരിയോടെ മനു റോഡിലേക്ക് ഇറങ്ങി. നീയ പടികൾക്ക് മുകളിലേക്ക് ഓടിച്ചെന്നതും കണ്ടു കുഞ്ഞിനെയും തോളിലിട്ട് തന്നെ നോക്കി നിൽക്കുന്ന ആൽഫിയെ. വലിഞ്ഞു മുറുകിയ മുഖവും ചുവന്ന കണ്ണുകളുമായി നിൽക്കുന്നവരെ കണ്ടപ്പോഴേ മനസ്സിലായി താഴെ മനുവുമായി നടന്നത് അവൻ കണ്ടിട്ടുണ്ടാവുന്നു. അത് ഞാൻ താഴെ പോകാം. നീ ആൽഫിയോട് എന്തോ പറയാൻ തുടങ്ങിയതും കടുത്ത സ്വരത്തിൽ അവളോട് തിരിച്ചു പറഞ്ഞ് അവൻ കുഞ്ഞിനെയും കൊണ്ട് മുൻപോട്ട് നടന്നു. വേഗത്തിൽ മിടിക്കുന്ന ഹൃദയവുമായി അവന് പിറകെ അവളും.